ആഹാ, നല്ല മഴ, നല്ല ചൂടൻ മുട്ട ബജി, കൂടെ നല്ല ചൂടുള്ള നാടൻ ചായ, കൂടാതെ തന്നെ നല്ലൊരു ആംബിയൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് മരുത റോഡിലെ ഹൈവേയുടെ തൊട്ടടുത്ത് ഏറ്റവും പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ചായ് കൾച്ചറിലാണ് കേട്ടോ. ആഹാഹാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നാടൻ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഇപ്പം മഴക്കാലവും കൂടെ ആണല്ലോ. 24 hours ആണ് ഇവരുടെ ഈ കോഫി ഷോപ്പ്. ബൈക്ക് റൈഡേഴ്സിനും ട്രാവലേഴ്സിനും എല്ലാം വന്ന് ചായയും കടിയൊക്കെ ചൂടോടെ കഴിച്ച് പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ ചായ് കൾച്ചർ. ഞാൻ ചെന്നപ്പോൾ ഇവിടെ ലൈവായിട്ട് നല്ല ചൂടൻ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കയറി അതങ്ങോട്ട് ഷൂട്ട് ചെയ്തു. നല്ല മണമുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന് കരുതി. കൊള്ളാം. നല്ല മുട്ട ബജ്ജി നല്ല ചൂടോടെ കഴിക്കാൻ പറ്റി. കൂടാതെ തന്നെ വാഴയ്ക്ക ബജ്ജിയും മുളക് ബജ്ജിയും എല്ലാം അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ വരുമ്പോൾ ഓർത്താൽ മതി, ലൊക്കേഷൻ ഇവിടെയാണ്. നമ്മുടെ പാലക്കാടിൽ നിന്നും കഞ്ചിക്കോട് പോകുമ്പോൾ മരുത റോട്ടിൽ തന്നെ, സർവീസ് റോഡ് കഴിഞ്ഞതും ഇടത് വശത്ത് ചായ് കൾച്ചർ. ആഹാ, നല്ല മഴ, നല്ല ചൂടൻ മുട്ട ബജ്ജി, കൂടെ നല്ല ചൂടുള്ള നാടൻ ചായ, കൂടാതെ തന്നെ നല്ലൊരു ആംബിയൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് മരുത റോഡിലെ ഹൈവേയുടെ തൊട്ടടുത്ത് ഏറ്റവും പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ചായ് കൾച്ചറിലാണ് കേട്ടോ. ആഹാഹാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നാടൻ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഇപ്പം മഴക്കാലവും കൂടെ ആണല്ലോ. 24 hours ആണ് ഇവരുടെ ഈ കോഫി ഷോപ്പ്. ബൈക്ക് റൈഡേഴ്സിനും ട്രാവലേഴ്സിനും എല്ലാം വന്ന് ചായയും കടിയൊക്കെ ചൂടോടെ കഴിച്ച് പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ ചായ് കൾച്ചർ. ഞാൻ ചെന്നപ്പോൾ ഇവിടെ ലൈവായിട്ട് നല്ല ചൂടൻ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കയറി അതങ്ങോട്ട് ഷൂട്ട് ചെയ്തു. നല്ല മണമുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന് കരുതി. കൊള്ളാം. നല്ല മുട്ട ബജ്ജി നല്ല ചൂടോടെ കഴിക്കാൻ പറ്റി. കൂടാതെ തന്നെ വാഴയ്ക്ക ബജ്ജിയും മുളക് ബജ്ജിയും എല്ലാം അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ വരുമ്പോൾ ഓർത്താൽ മതി, ലൊക്കേഷൻ ഇവിടെയാണ്. നമ്മുടെ പാലക്കാടിൽ നിന്നും കഞ്ചിക്കോട് പോകുമ്പോൾ മരുത റോട്ടിൽ തന്നെ, സർവീസ് റോഡ് കഴിഞ്ഞതും ഇടത് വശത്ത് ചായ് കൾച്ചർ.